ഇന്ത്യയിൽ ഈ നടക്കുന്ന ആക്രമണങ്ങളും അറ്റാക്കുകളും ഒക്കെ അമേരിക്കയിൽ കറക്റ്റായിട്ട് ഫീഡിംഗ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്ക ഇത്രമാത്രം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയിൽ CIA ഇവിടെ വലിയ നെറ്റ്വർക്കുണ്ട്, ഇന്ത്യയിൽ. അതിനൊരു അമേരിക്കൻ സായിപ്പ് ആയിരിക്കണം എന്നില്ല. ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാരായിരിക്കും CIA നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് വളരെ ആക്റ്റീവാണ് ഇന്ത്യയിൽ. കാരണം എന്ന് പോലും ലിബറലൈസേഷൻ ഉണ്ടായ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരുന്നത് ഇന്ത്യ അവരുടെ അലയൻസ് പാർട്ട്നേഴ്സ് ആക്കുന്നു. ഈ സംഭവം വളരെ വിസിബിളാണ് ഇന്ത്യയിൽ, കൃത്യമായിട്ട് പറയാം. അപ്പം അമേരിക്ക എടുക്കുന്ന ഓരോ തീരുമാനവും ഇന്ത്യക്കെതിരെ വളരെ സസൂക്ഷ്മമായിരിക്കും ഇനിയുള്ളത്. കാരണം ഈ ക്രിസ്ത്യൻസിന് ഇത്രയും അറ്റാക്ക് ചെയ്യുന്നു, അവനെ അറ്റാക്ക് ചെയ്യുന്നു, ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ ഫോറങ്ങൾക്കും പല അസോസിയേഷൻസ് ഉണ്ട്. ഇവർക്ക് കൃത്യമായിട്ട് മെസ്സേജ് എത്തിക്കാൻ സാധിക്കും. അവരുടെ പ്രശ്നം ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു, ചർച്ചിനകത്ത് വരുന്നൊരു വാസ്തവ കയറി അറ്റാക്ക് ചെയ്യുന്നു, അടിക്കുന്നു, അയാളെ കൊണ്ട് ജയ് ശ്രീറാം പറയുന്നു, എത്രയോ. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്കയിലുള്ള ശരിക്കുമുള്ള ഹിന്ദു സനാതനി വിശ്വാസികൾ അവർ പറഞ്ഞില്ല ഞങ്ങളുടെ ഇത് ഹിന്ദുമതമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് അവർ പറഞ്ഞു കളഞ്ഞു. കാരണം ഈ അറ്റാക്കൊന്നും ഒരു ഹിന്ദുമതത്തിൽ പറയുന്നില്ല, ഇത് യഥാർത്ഥ ഹിന്ദുമത വിശ്വാസമല്ല. എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം അവർക്കറിയാം അവിടെ നിൽക്കാൻ പാടായിരിക്കും. കാരണം ഇതേപോലെയുള്ള സംഭവങ്ങൾ ഇത് നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമേരിക്ക മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളിലും ഇന്ത്യക്കാരെ ബാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ പോളിസിയും മറ്റുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ റിലീജിയൻ എന്ന് പറഞ്ഞാൽ അവരുടെ സംഭവം തന്നെയാണ്. അതിനെ അവർ ക്രിസ്ത്യാനിറ്റി ആ ബേസിൽ അവർ തള്ളിക്കളയുന്നില്ല. അതാണ് ഇതിൻ്റെ മനസ്സിലായത്. അതുകൊണ്ടാണ് അവിടുത്തെ മീഡിയ പെട്ടെന്ന് ഇന്ത്യക്കെതിരെ എഴുതാൻ തുടങ്ങിയത്. ഇത്രമാത്രം മോദിയെ പറ്റി അനുകൂലമായിട്ട് എഴുതിയ അമേരിക്കൻ മീഡിയ, ഇന്റർനാഷണൽ മീഡിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മനസ്സിലാക്കുക അതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്തതിന്. എന്താ കാര്യം? കാരണം ഇതൊരു തകർച്ചയിലോട്ട് പോകുന്നു എന്നുള്ള ഗ്ലോബലായിട്ട് അവർ കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ അവർക്കൊരു ചാൻസ് കിട്ടി മോദിയെ ഡിമോളിഷ് ചെയ്യാൻ. ഇതൊക്കെ പല ഘടകങ്ങളുണ്ട്, മൾട്ടിപ്പിൾ ഘടകങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് കയറി ഗെയിം പ്ലാൻ ചെയ്യും. അതായത് ഞാനൊരു കാര്യം പറയാം, ഒരു കാരണവശാലും പഴയ ഇന്ത്യ എന്ന് പറയും ഇതേപോലെ ആക്രമണങ്ങളും പ്രശ്നങ്ങളും, അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായ ഒരു സമയം ഉണ്ടായിട്ടില്ല.